സൺസെറ്റ് ആയി കഴിഞ്ഞാൽ മാസായിമാരയിൽ മാജിക്ക് തുടങ്ങും കേട്ടോ. ഒരു ആഫ്രിക്കൻ മെയിൽ ലയൺ നമുക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയുണ്ട്. ഇതിവിടെ കിടക്കുമ്പോൾ വേണം അകത്ത് പോയി കിടക്കാൻ. ബ്ലാക്ക് റൈനോ ലോകത്തിൽ മൊത്തം 6000-ൽ പരം എണ്ണം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. എത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാന്ന് നോക്കി. എന്തൊക്കെ ടൈപ്പ് ആനിമൽസ് ആണല്ലേ. നോക്കി എന്നാ ക്യൂട്ടാന്ന് സിംഹത്തിന്റെ കുഞ്ഞിനെ കാണാൻ. പോയി മുതലേ നേർക്കുന്നത്. ഇതാണ് ആക്ച്വൽ സീബ്ര ക്രോസിംഗ്. ഒരു ഹിപ്പോനെ അടിച്ചിട്ടേക്കാണ് ഇവന്മാര്. നോക്കി ഒരുപാട് എലാൻസും അതുപോലെ തന്നെ സീബ്രാസും ഒക്കെ ആയിട്ട്. നമ്മൾ പാർക്കിലോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ കാണുന്ന 2 ജിറാഫുകളെയാണ്. നോക്കി എന്നാ രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ സാധാരണ കാണുന്ന ജിറാഫുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനെന്തോ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? ശരിക്കും വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ മസായിൽ കാണുന്ന മസായി ജിറാഫ് അല്ല. ഇതിന്റെ പേര് റോത്ത്ചൈൽഡ് എന്നാണ് കേട്ടോ. ലോകത്ത് മൊത്തം 1500 എണ്ണത്തിൽ താഴെ മാത്രമേ ഈ റോത്ത്ചൈൽഡ് ജിറാഫിന്റെ പോപ്പുലേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ജിറാഫിന്റെ സ്പീഷീസ് ആണ് ഈ റോത്ത്ചൈൽഡ് ജിറാഫ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന അതല്ലെങ്കിൽ മസായി ജിറാഫുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കോട്ടിന്റെ കളറും ഷേപ്പും ഒക്കെയാണ്. ഇത് കുറച്ചുകൂടെ ലൈറ്റർ ബ്രൗൺ കളർ ആണെങ്കിൽ മസായിൽ കുറച്ച് ഡാർക്കർ കളറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് ഒരു എന്താ പറയണ്ടേ മോർ ഷാർപ്പർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ് ഇതിന്റെ കോട്ടിന് വരുന്നതെങ്കിൽ അതുപോലെ വലിപ്പവും കൂടുതലായിരിക്കും. മസായിലെ ജിറാഫിന്റെ ഈ കോട്ടിന് വലിപ്പം കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഷേപ്പ് വളരെ ഇറഗുലറും ആയിരിക്കും. വേറൊരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോത്ത്ചൈൽഡ് ജിറാഫിന്റെ കാല് മുട്ടിന് താഴത്തേക്കുള്ള ഭാഗത്ത് ഈ കോട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ള നിറത്തിൽ സോക്സ് ഇട്ട പോലെ നമ്മുടെ വൈൽഡ് ഗവറിന്റെ ഒക്കെ പോലെ കാണപ്പെടും. അതേസമയം ബാക്കിയുള്ള ജിറാഫുകൾക്കൊക്കെ ഈ കോട്ടുണ്ട് കാലിന്റെ താഴേക്കും. വേറൊരു പ്രധാന വ്യത്യാസം ഈ ജിറാഫിന്റെ കൊമ്പാണ്. കൊമ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഓസിക്കോൺസ് എന്നാണ് ജിറാഫിന്റെ കൊമ്പിനെ പറയുന്നത്. സാധാരണ ജിറാഫുകൾക്ക് അത് 2 എണ്ണം ആണെങ്കിൽ ഈ റോത്ത്ചൈൽഡ് ജിറാഫിന് 5 എണ്ണം കാണാറുണ്ട്. നെറ്റിയിൽ ഒരെണ്ണവും അതുപോലെ തന്നെ ചെവിയുടെ പുറകിലായിട്ട് 2 എണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട്, സാധാരണ 2 എണ്ണം കൂടാതെ. ഏതായാലും ജിറാഫുകളോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ നക്രുവിലെ മറ്റു കാഴ്ചകൾ തേടി മുന്നോട്ട് പോവാണ്. എനിക്ക് ഫ്രണ്ടിലായിട്ട് റൈനോടെ സെറ്റിംഗ് കിട്ടിയിട്ടുണ്ടേ. ഇത് പിന്നെയും വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധനത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബ്ലാക്ക് റൈനോ IUCN ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള റെഡ് ലിസ്റ്റിൽ വരുന്നതാണ് ഈ ബ്ലാക്ക് റൈനോസ്. ലോകത്തിൽ മൊത്തം 6000-ൽ പരം എണ്ണം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് 1 ഹോൺഡ് റൈനോ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളാണെങ്കിൽ ഇവിടെ കാണുന്ന വൈറ്റ് റൈനോ ആണെങ്കിലും ബ്ലാക്ക് റൈനോ ആണെങ്കിലും ഇരട്ടക്കൊമ്പന്മാരാണ്. അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിന്റെ ചുണ്ടിന്റെ ഷേപ്പാണ് കേട്ടോ. ബ്ലാക്കിന്റെ ചുണ്ട് കുറച്ചുകൂടെ കൂർത്തതായിരിക്കും. അതുപോലെ വൈറ്റ് റൈനോടെയാണ് കുറച്ച് പരന്നതായിരിക്കും. നമ്മുടെ സഫാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നക്രു ലേക്കിന്റെ സൈഡിൽ കൂടെയാണ്. വെള്ളത്തിൽ കൂടെ നീന്തി തുടിച്ച് നടക്കുന്നത് ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻസ് ആണ്. അതുപോലെ അപ്പുറത്ത് മരക്കൊമ്പയിൽ ഇരിക്കുന്നതുണ്ടോ ആഫ്രിക്കൻ ഫിഷ് ഈഗിൾ. വെള്ളത്തിലോട്ട് നോക്കി ഇരിപ്പാണ്. വല്ലോ മീനും വരുന്നുണ്ടോ നോക്കിയുള്ള ഇരിപ്പാണെന്ന് തോന്നുന്നു. ഇതാണ് ബബൂൺസ്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കുരങ്ങ് വിഭാഗമാണ് ഈ ഒലീവ് ബബൂൺസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫ്രൂട്ട് ഡയറ്റ് ഒന്നും അല്ല കേട്ടോ. ഇത് ഒരു മിശ്ര ബുക്കാണ്. ഇടയ്ക്ക് ബേർഡ്സിനെയോ അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ ഒക്കെ കഴിക്കാറുണ്ട്. തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗസൽസിനെ വരെ പിടിക്കാറുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഡ്രൈ ആയി കിടപ്പുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങളിൽ നല്ല പച്ചപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് എന്തെങ്കിലും ആനിമൽസിനെ ഈ പച്ചപ്പിൽ കിട്ടിയാൽ. പ്രത്യേകിച്ച് സീബ്രാസ്, അവയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റിംഗ് കളർ ഉണ്ടല്ലോ പച്ചപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും നല്ല രസമാണ്. എത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാന്ന് നോക്കി. ഒരു സ്ട്രീമിന് കുറുകെ ജിറാഫും സീബ്രയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നു. ഇത്തവണത്തെ ആഫ്രിക്കൻ ട്രിപ്പിലെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ പറഞ്ഞായിരുന്നു ഇതേ. നോക്കി വേറൊരു ടൈപ്പ് കുരങ്ങ്. ഒരെണ്ണത്തിൽ കണ്ട നമ്മുടെ ഗ്രേലങ്കൂറിനെ പോലെ ഇരിക്കുമെങ്കിലും ഇത് ഗ്രേലങ്കൂർ അല്ല. ഇവിടെ മാത്രം കാണപ്പെടുന്ന വെർവെറ്റ് മങ്കീസ് എന്നറിയപ്പെടുന്ന ഒരു കുരങ്ങാണ്. ആഫ്രിക്കയിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലില്ല ഇത്. നമ്മളങ്ങനെ നക്രു നാഷണൽ പാർക്കിലെ കുറേ കിടിലൻ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നക്രു ലേക്കിന്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ്. ഒരുപാട് വാട്ടർ ബേർഡ്സിനെ ഈ ലേക്കിൽ കാണാൻ പറ്റും. നോക്കി ഒരു വലിയ കൂട്ടം ഫ്ലെമിംഗോസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഫ്ലെമിംഗോസിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ലെസർ ഫ്ലെമിംഗോയും ഗ്രേറ്റർ ഫ്ലെമിംഗോയും. അതിൽ ലെസർ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പിങ്ക് കളർ ഉണ്ടാവും. അതുപോലെ തന്നെ കൊക്കിന് കുറച്ച് ഡാർക്ക് റെഡ് കളറും അല്ലെങ്കിൽ പിങ്കിഷ് കളറൊക്കെ വരുന്നുണ്ട്. അതേസമയം ഗ്രേറ്റർ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതലായിരിക്കും, കുറച്ചുകൂടെ വൈറ്റിഷ് ആയിരിക്കും ദേഹത്തെ കളർ.
നക്രൂവിൽ ഫ്ലെമിംഗോസ് മാത്രമല്ല വേറെയും ഒരുപാട് വാട്ടർ ബേർഡ്സ് ഉണ്ട്. ഈജിപ്ഷ്യൻ ഗൂസും അതുപോലെ ഗ്രേ ഹെഡഡ് ഗള്ളും പിന്നെ നമ്മുടെ ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻസും ഒക്കെ ആയിട്ട് ഒത്തിരി വാട്ടർ ബേർഡ്സിനെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഈ നക്രു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1750 മീറ്റർ ഉയരത്തിലാണ്. നമ്മുടെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഉണ്ടല്ലോ, ആ റിഫ്റ്റ് വാലി തടാകങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു ലേക്കാണ് നമ്മുടെ നക്രു ലേക്ക്. നോക്കി വൈറ്റ് പെലിക്കന്റെ വലിയൊരു കൂട്ടമേ. ഇതിനെ കാണാൻ നല്ല രസമുള്ളൊരു പക്ഷിയാട്ടോ. ഒരു പ്രത്യേകതയുള്ളൊരു പക്ഷിയാണ്. ഇതിന്റെ കൊക്കിന് താഴെയായിട്ട് പൗച്ച് പോലൊരു സാധനം കണ്ടോ, അതിനകത്ത് 10-15 ലിറ്റർ വെള്ളം കൊള്ളുന്ന കേട്ടോ പറയുന്നത്. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ നീങ്ങി ഫിഷിനെ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഫിഷിനെ കഴിക്കുന്നത്. ഏകദേശം 1.5 കിലോ ഒക്കെ മീനെ ഇതൊരു ദിവസം കഴിക്കുമെന്നാണ് പറയുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ എത്ര നേരം നിന്നാലും മതിയാകത്തില്ല. പക്ഷെ നേരം വൈകിയതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. എനിക്ക് നല്ല സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് കഴിയാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം പിന്നെയും അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നോക്കി സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അവസാനവട്ട തീറ്റയിലാണ് നമ്മുടെ ഈ സീബ്ര. ഇതേ വേറൊരു ഭീകരജീവി. ഇങ്ങനെ മുഖംമൂടിയും സൺഗ്ലാസും ക്യാപ്പും ഒന്നും ഇല്ലെങ്കിൽ പൊടിയടിച്ച് ചാവും. ഇതേ വീണ്ടും ഫ്രണ്ടിൽ ഒരു കൂട്ടം സീബ്രാസ് ക്രോസ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിനാണ് കേട്ടോ സീബ്ര ക്രോസിംഗ് എന്ന് പറയണേ. അല്ലാതെ നമ്മുടെ നാട്ടിൽ റോഡിൽ വരച്ച് വെച്ചേക്കുന്ന വെള്ളയും കറുപ്പും വരയ്ക്കല്ല. ഇതാണ് ആക്ച്വൽ സീബ്ര ക്രോസിംഗ്. ഈ ഒടുവിൽ അത് സംഭവിച്ചു. വേറൊന്നുമല്ല, സൺസെറ്റ് ആണ്. നോക്കി എന്നാ കളർഫുള്ളാണ്. സൂര്യൻ നക്രു ലേക്കിൽ മുങ്ങിച്ചാകാൻ പോവാണ്. അതിനു മുന്നേ നമുക്ക് വീട് പിടിക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗെയിം ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ്, അതായത് നക്രു നാഷണൽ പാർക്കിൽ, നക്രു ലേക്ക് പാർക്കിൽ ഗെയിം ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. നമ്മൾ ഈ നക്രു നാഷണൽ പാർക്കിനകത്തുള്ള ഒരു പ്രീമിയം ഹോട്ടലിലായിരുന്നു സ്റ്റേ. അതുകൊണ്ട് തന്നെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. എന്തൊക്കെയാണെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇത് ലാമ്പാണ്, അതുപോലെ ചിക്കൻ, മുറുക്ക്, ഇത് ഓക്സ് ആണ്, കാള, അതുപോലെ ഇത് ഫിഷ്. ഇവിടെ എല്ലാം റെഡി ആവുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂംസ് വരുന്നത്. ഇതുപോലത്തെ ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. ഇതേ നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ്. ഒരു ട്വിൻ ബെഡൊക്കെ ഉള്ള റൂം. നക്രുവിലെ സ്റ്റേ ആണ് കേട്ടോ. നമ്മുടെ മസായ്മാരിലാണ് നമ്മുടെ മെയിൻ സ്റ്റേ വരുന്നത്. 2 ബെഡ് ഒക്കെ ആയിട്ട് നല്ലൊരു നീറ്റ് സ്റ്റേ. നമ്മളിപ്പം സരോവ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ സഫാരിക്ക് പോയിട്ട് സഫാരി കഴിഞ്ഞ് നമ്മൾ മസായ്മാരയിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. എല്ലാവരും വണ്ടിയെ കയറി എല്ലാം സെറ്റ് പോയേക്കാം. നമ്മൾ മാസായ്മാര എത്തുന്ന സമയം കൊണ്ട് ഇന്നലെ നക്രുവിലേക്ക് വന്നപ്പോഴത്തേക്കും നൈവാഷ ലേക്കിലൊക്കെ കയറിയിട്ടാണ് വന്നത്. ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. നമ്മളങ്ങനെ ലേക്ക് നൈവാഷയിലെത്തി കേട്ടോ. നമ്മളിവിടെ ഒരു ബോട്ടിങ്ങും അതുപോലെ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഈ ബോട്ടിങ് തന്നെയാണ്. ഫിഷ് ഈഗിൾസിനെയും കുറേ ബേർഡ്സിനെയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇതുണ്ടല്ലേ മലകൾക്കിടയ്ക്ക് കിടക്കുന്ന ഈ ലേക്കിനകത്തോടെ ഒരു ബോട്ടിങ്, അതാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഇതുണ്ടാവും നമ്മുടെ ബ്ലാക്ക് ഹെഡഡ് ഐബിസിന്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്രിക്കൻ സീക്രട്ട് ഐബിസ് എന്നാട്ടോ ഇതിന് പറയുന്നത്. സിമിലർ ആണ്, അതിൻ്റെ ഇവിടുത്തെ ഒരു വകഭേദമേ ഉള്ളൂ. നൈവാഷിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ വാട്ടർ ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. ഇഷ്ടം പോലെ പെലിക്കൻസ് ഉണ്ട്. ഒക്കെ ഒരുത്തിനിരുന്ന് സർക്കസ് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു അതിൻ്റെ പൗച്ച് അവിടെ ഉടക്കിയതായിരിക്കും. ഈ ലേക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഹിപ്പോസ് ഉണ്ട് കേട്ടോ. ഈ ഹിപ്പോസ് നമ്മൾ കാണുന്ന പോലെ അത്ര സാധു ജീവിയല്ല, ഇത് ഭയങ്കര അഗ്രസീവാണ്. ഈ ഹിപ്പോസിന്റെ അറ്റാക്ക് കാരണം ഒരു വർഷം ഏകദേശം 500ഓളം ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ ഈവൻ ലയണേക്കാട്ടിലും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് ഈ ഹിപ്പോസ് ആണ്. ഇതുണ്ട്, ഇതാണ് ഫിഷ് ഈഗിൾ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഈ ഫിഷ് ഈഗിളിന് മീൻ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അതിനെ വിളിച്ചതാണ് കേട്ടത് കേട്ടോ. അപ്പൊ അത് വന്നെടുക്കുമ്പോൾ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ കരയിൽ വേറെ അതിനെ തപ്പി പോവാണ്. എന്നാ ഭംഗിയുള്ള സ്ഥലമാണ്. ലേക്ക് കൂടെ പോകുമ്പോഴത്തേക്കേ നല്ല വെയിലാണ്, പക്ഷെ നല്ല രസമുള്ള സ്ഥലങ്ങൾ. അതിന് ചുറ്റും ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹിപ്പോയും സീബ്രയും ചിലപ്പോൾ ചില സമയത്ത് ജിറാഫും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ ഫ്രണ്ടിൽ സീബ്ര നിൽപ്പുണ്ട്. ഇതേ ഇംബാലാസും ഒട്ടകപക്ഷിയും ഒക്കെ ആയിട്ട് ഇതിന്റെ സൈഡിൽ കൂടി അത്യാവശ്യം ആനിമൽസിനെ കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, സീബ്രാസും അതുപോലെ ജിറാഫും, അങ്ങനെ അത്യാവശ്യം ആനിമൽസിനെ നമുക്ക് ഈ ബോട്ടിങ്ങിന് ഇടയ്ക്ക് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിനെ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇത്തവണ നമ്മൾ മീൻ എറിഞ്ഞു കൊടുത്തിട്ട് വിളിച്ച് ഏതായാലും അത് കേട്ടു കേട്ടോ. റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നോക്കി എന്നെ വരവാന്ന്. വന്ന് നേരെ വന്ന് റാഞ്ചിയെങ്കിലും മീനെ കിട്ടിയില്ല. പരുന്തിനത് അങ്ങനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു കേട്ടോ. നേരെ തിരിച്ചു വന്നിട്ട് ഇതേ 2ാം റൗണ്ടില് റാഞ്ചി എടുത്തോണ്ട് പോകുന്ന പോക്ക് കണ്ടോ. കിടുക്കം.
നേരെ മരത്തിൽ കൊണ്ട് വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഈ ബോട്ടിങ്ങിനകത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഇത് തന്നെയാണ്. നോക്കി ഒരു ജിറാഫ് നിൽക്കുന്നത് ഒരെണ്ണമല്ല, ഒരു 3-4 അങ്ങേ അറ്റത്തൂടെ ലൈനായിട്ട് നടന്നു പോകുന്നുണ്ടോ. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് മരക്കൊമ്പയിൽ 2 പക്ഷികൾ ഇരിപ്പുണ്ട്. അതുപോലെ താഴെ ഒരു ഇമ്പാല നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മളേതായാലും ഇതിലെ ബോട്ടിങ്ങിൽ കാണാൻ പറ്റുന്ന അത്യാവശ്യ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നേരെ തിരിച്ചു പോവുകയാണ്. 1 മണിക്കൂറായിരുന്നു ഈ ബോട്ടിങ്. Matata maraduma yetu, maraduma yetu, hakuna matata, matata. Karibu. നമ്മൾ പതിവ് പോലെ ഇത്തവണയും നമ്മുടെ മാരാഡ്യൂമ ക്യാമ്പിലാണ്. ഇത്തവണ വന്നപ്പോഴത്തേക്കും ജനുവരി മാസമാണ്. പക്ഷേ കഴിഞ്ഞ 1-2 ആഴ്ച മുന്നേ ഇവിടെ നല്ല മഴ കിട്ടിയുകൊണ്ട് അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്. സാധാരണ ഈ സമയത്ത് പച്ചപ്പ് ഉണ്ടാവാറില്ല എങ്കിൽ. അതുപോലെ ഇത്തവണ വന്നപ്പോഴത്തേക്ക് ഒരു പുതിയ കാഴ്ച. ഇഷ്ടംപോലെ ബേഡ്സ് സാധാരണ ഇവിടെ ഉണ്ടാവാറുണ്ടെങ്കിലും നോക്കി ആ മരം നിറയെ ബേഡ്സാണ്. അതുപോലെ ബേഡ്സിൻ്റെ നെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ പോയി ലഞ്ച് കഴിക്കാം. വന്ന സമയം കറക്റ്റ് ലഞ്ച് ടൈമിലാണ് നമ്മൾ വന്നേക്കുന്നത്. അതുപോലെ ഇതാ നമ്മുടെ തലേക്ക് റിവർ അപ്പുറത്ത് കാണുന്നതാണ് മസൈ മര. കുറേ ആനിമൽസ് ഓൾറെഡി ഉണ്ട്. 1-2 കുറച്ച് ബഫലോസും ഒക്കെ അങ്ങ് ദൂരത്തിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു അടിപൊളി മുതല വെയിലത്ത് കിടക്കുന്നത് ഉണങ്ങാൻ കിടക്കുക. മുതലകളുടെ പരിപാടി ഇവിടുത്തെ മിക്കതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉണങ്ങാതെ അവിടെ അങ്ങനെ കിടക്കും വെയിലും കൊണ്ട്. ഇതായിട്ട് നമ്മൾ താമസിക്കുന്ന ടെൻറ്റ്. അതിന് നേരെ മുകളിലാണ് ഈ ഒരു മരം നിറയെ നെസ്റ്റിംഗ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ ബേഡ്സ് നെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ. സത്തേൺ മാസ്ക്ഡ് വ്യൂവേഴ്സ് എന്നറിയപ്പെടുന്ന തുന്നൽക്കാരൻ പക്ഷിയാട്ടോ ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൂട് ഇതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് ഫേമസ് ആണ് ഇവർ. ഒരു ആൺപക്ഷി ഏകദേശം 25ഓളം കൂട് വരെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും അധികം എണ്ണം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മാസായി വില്ലേജിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പതുപോലെ മാസായി ട്രൈബൽ ഡാൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വില്ലേജിനകം ഇതുണ്ടോ, ഈ പുറയിൽ കാണുന്നതാണ് വില്ലേജ്. വില്ലേജിനകത്തോട്ട് കയറി പോകും കേട്ടോ. വില്ലേജിനകമൊക്കെ കാണിച്ചു തരാം. നമ്മുടെ മസായിമാരെ പാക്കേജിന്റെ ഭാഗമാണ് ഈ വില്ലേജ് വിസിറ്റ്. ഇവിടെ മസായി ട്രൈബ്സിന്റെ വില്ലേജ് വന്ന് നമ്മൾ കാണും. അപ്പോൾ അവർ ആദ്യം തന്നെ വെൽക്കം ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളെ സ്വീകരിക്കും കേട്ടോ. പിന്നെ അവരുടെ 2-3 ടൈപ്പ് ഡാൻസ് ഉണ്ട്. അതൊക്കെ കളിച്ച് കാണിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തിനാണിത്, എപ്പോഴൊക്കെയാണ്, ഏത് അവസരത്തിലാണ് ഇത് കളിക്കുന്നതെന്നൊക്കെ. അതുപോലെ തന്നെ നമുക്ക് അവരുടെ വില്ലേജിനകത്ത് കയറാം. അവരുടെ വീടുകൾ കാണിച്ചു തരും. വീടുണ്ടാക്കുന്ന രീതിയൊക്കെ അവർ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. ഇവിടെ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് അവർ ഇംഗ്ലീഷിൽ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ നമുക്ക് വീടിനകത്ത് കയറിയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ തീ ഉണ്ടാക്കുന്നത്, ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. അതൊന്നും ഞാൻ അത്ര വിശദമായിട്ട് കാണിക്കുന്നില്ല. കാരണം നമ്മുടെ മുൻപത്തെ മാസായിമാര സീസൺ 1-ലും 2-ലും ഒക്കെ ആയിട്ട് നമ്മളിത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മാസായി വില്ലേജ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സൺസെറ്റ് ആയിട്ടുണ്ടേ. ഓക്കെ, രസമാണ്. കിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആനിമൽസ് ഒക്കെ വരുമായിരിക്കും. നമുക്ക് നോക്കാം ഫ്രണ്ടിൽ. എന്നിട്ട് നമ്മുടെ ടെൻ്റൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ഉണ്ടല്ലേ, ടെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സ്വിസ് ടൈപ്പ് ഫിക്സഡ് ടെൻ്റാണ്. അപ്പം ടെൻ്റെന്ന് പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി വലിയ വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ആയിട്ട്. ടോയ്ലറ്റും അതുപോലെ വാഷ്റൂമും ബാത്റൂമും രണ്ടായിട്ട് തന്നെയുണ്ട്, 2 റൂമായിട്ട്. ഇതിലുമൊക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നത് മസായിമാരയുടെ ഒരു വ്യൂ ആണ്. അതായത് മസായിമാര നാഷണൽ പാർക്കിൻ്റെ അകമാണ് ഈ റിവറിനപ്പുറേ കാണുന്നത്. ഉണ്ട് നേരെ അപ്പുറത്തെ കരയിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പാറ കണ്ടോ. അതിന് മുകളിൽ കിടക്കുന്നത് മുതലയാണേ, ചെറുതാണ്. എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്കും ബേഡ്സൊക്കെ ഭയങ്കര അങ്ങോട്ട് ആക്റ്റീവായേ. ഫുള്ള് കൂടാ. നമുക്ക് ഇതെല്ലാം കൂടുണ്ടാക്കുകയാണ്. എന്താ തുന്നൻ്റെ സ്പീഡ് കണ്ടോ, റൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കാനുണ്ടോ. മസായിമാരയിൽ സൂര്യാസ്തമയം അമ്പ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാട്ടോ ഇത്. അതുപോലെ തലേക്ക് റിവറാണ് ഈ കാണുന്നത്. എൻ്റെ അപ്പുറത്തെ സൈഡാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ മസായിമാര നാഷണൽ പാർക്ക്, ഇപ്പുറത്തെ സൈഡ് നമ്മുടെ സ്റ്റേ. ഇതുണ്ടോ മുതല, നമ്മൾ പകൽ കാണിച്ചില്ലായിരുന്നു ഒരു ചെറിയ മുതലനെ അപ്പുറത്തെ പാറയിൽ. അതിങ്ങ് കയറി ഇതേ ഇവിടെ വന്ന് കിടക്കുന്നു. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ കരയിൽ നമ്മുടെ സ്റ്റേയുടെ തൊട്ട് വാതുക്കൽ. എന്തേ ഉറങ്ങാൻ പോകുമായിരുന്നു, അപ്പോഴാണ് പുള്ളി വിളിച്ച് കാണിച്ചു തരുന്നത്. ഉണ്ടോ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ കീഴെ ഉണ്ടോ. അവൻ്റെ പല്ലും കണ്ടോ, പല്ലും കണ്ണും
ചെറുതാണ്, എന്നാൽ പോലും എന്നാ ഒരു ഭീകര രൂപം നോക്കി. അപ്പം മുതല അതൊക്കെ കാവൽ കിടക്കുമ്പോഴാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോണത്. വിൽഡ് ബീസ്റ്റിനെ വരെ പിടിച്ച് തിന്നുന്ന മുതലയാണ് വേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് കയറി വന്നേക്കുന്നതാണേ. ഇതിവിടെ കിടക്കുമ്പോൾ വേണം അകത്ത് പോയി കിടക്കാൻ. ഏതായാലും ടെന്റിന്റെ വാതിലൊക്കെ നല്ല വൃത്തിയിൽ അടച്ചിട്ട് വേണം കയറി കിടക്കാൻ. അപ്പം നമുക്ക് പോയി കിടന്നുറങ്ങാം. നാളെ രാവിലെ സഫാരി ഉള്ളതാണ്, 5:30 എഴുന്നേക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പാർക്കിലോട്ട് കയറി കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സൺറൈസ് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ തണുപ്പൊക്കെ സഹിച്ച് രാവിലെ എഴുന്നേറ്റ് വന്നാലേ പറ്റത്തുള്ളൂ. നോക്കി, അതിമനോഹരമായിട്ടുള്ളൊരു സൂര്യോദയം. അതുപോലെ തന്നെ അതിനകത്തോടെ ഒരു എലാൻഡ് നടന്നു വരുന്നുണ്ടോ. അപ്പം ഇതുപോലത്തുള്ള കാഴ്ചകൾ മാസായമാരുടെ തനത് കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിങ്ങനത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തണുപ്പൊക്കെ സഹിച്ച് രാവിലെ എഴുന്നേറ്റ് പോകുന്നത്. കണ്ടാൻ പറ്റുന്നിടത്ത് കാളയെ പോലെ ഇരിക്കും. അത് ആ സൂര്യോദയത്തിനകത്തൂടെ നടന്നു വരുന്ന കാഴ്ച എന്നാ രസമെന്ന് നോക്കി. ദേ ചീറ്റ. അതിരാവിലെ തന്നെ നമ്മുടെ കാഴ്ചകൾ അതിഗംഭീരമായെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇര പിടിക്കാനുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. രാവിലെ തപ്പി തപ്പി നടക്കുന്നുണ്ടോ. അപാര ഭംഗിയുള്ള ഒരു ആനിമൽ കേട്ടോ ഈ ചീറ്റ. അതിന്റെ ആ സ്ട്രക്ചറും നടപ്പും എടുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ചീറ്റയെ കാണാൻ. മറിഞ്ഞു കിടക്കുന്ന മരത്തിന്റെ മണ്ടയിലോട്ട് ചാടി കയറിയുള്ള നിൽപ്പ് കണ്ടോ, എന്നാ രാജകീയ നിൽപ്പാന്ന് നോക്കി. ഇത് എന്തിനാണ് ഈ മരത്തിന്റെ മേളിൽ കയറി നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീറ്റയ്ക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ദൂരെയുള്ള ആനിമൽസിനെയോ അല്ലെങ്കിൽ അതായത് ശത്രുക്കളെയോ ഇരകളെയോ ഒക്കെ കാണണമെങ്കിൽ ഇതുപോലെ ഹൈറ്റ് ഉള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ കയറി എന്നിങ്ങനെ നോക്കും. എന്നിട്ടാണ് ഇര പിടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ വേറെ പ്രെഡേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുള്ളി ഇങ്ങനെ ഹൈറ്റ് ഉള്ള ഭാഗത്തോട്ട് കയറി നിൽക്കുന്നത്. ചീറ്റ ഏതായാലും അവിടെ ഇര തപ്പി നടക്കട്ടെ. നമുക്ക് രാവിലെ പോയിട്ട് മോർണിംഗ് ലൈറ്റിൽ ലയൺസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അമ്പോ, ഒരു ആഫ്രിക്കൻ മെയിൽ ലയൺ നമുക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ച ഉണ്ട്. ദേ ഇപ്പുറത്തായിട്ട് വേറൊരു ഫീമെയിൽ ലയൺ നിൽപ്പുണ്ട് പുല്ലിനകത്ത്. അതിനെ കാണാനും നല്ല രസം കേട്ടോ. ഇവിടെ ഒരു ഹിപ്പോ ചത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓടിപ്പാഞ്ഞ് വന്നത്. ലയൺസ് ഹണ്ട് ചെയ്ത് ഫ്രഷ് മീറ്റ് മാത്രമേ കഴിക്കൂ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് കാണിക്കുന്നത്. ഏതായാലും ചീഞ്ഞളിഞ്ഞ് ഹിപ്പോയെ തിന്നുന്നത് കാണാൻ നല്ല സുന്ദരമായ കാഴ്ച അല്ലാത്തതുകൊണ്ട് അധികം നേരം കാണിക്കുന്നില്ല. ആണും പെണ്ണും മാത്രമല്ല, പിള്ളേരും പെറുങ്ങണിയും എല്ലാം ഉണ്ട് ഈ കൂട്ടത്തില്. എനിക്ക് എന്നാ ക്യൂട്ടാന്ന് സിംഹത്തിന്റെ കുഞ്ഞിനെ കാണാൻ. നിങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം കേട്ടോ. മുഖത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചെളി പോലെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെളിയല്ല, അതാ ചീഞ്ഞളിഞ്ഞ ഹിപ്പോയുടെ അകത്തോട്ട് പോയി കയറിയപ്പോഴത്തേക്കും അതിനകത്ത് പറ്റിയ ചീഞ്ഞ മാംസത്തിന്റെ ഭാഗമാണ് കേട്ടോ. അത് സിംഹക്കുട്ടികളുടെ ക്യൂട്ട്നെസ്സിന് കുറച്ച് ഭംഗം വരുത്തുന്നുണ്ട്. ഈ സിംഹക്കൂട്ടം ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈഡാണ്. മാഷ് പ്രൈഡ് എന്ന് പറയും. അപ്പോൾ ഈ മാഷ് പ്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലെജൻഡറി സ്കാർഫേസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൈഡാണ് ഈ മാഷ് പ്രൈഡ്. സോ ഇപ്പോൾ ഇത് ഏറ്റെടുത്തേക്കുന്നത് നമ്മുടെ ടോപ്പി ബോയ്സ് എന്ന് പറയുന്ന ഒരു 7 മെയിൽ ലയൺസിന്റെ കോയലേഷനാണ്. അതായത് ടോപ്പി പ്രൈഡിൽ നിന്ന് വളർന്ന് പുറത്തു വന്ന 7 ആൺസിംഹങ്ങളാണ് ഈ ടോപ്പി ബോയ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ ശരിക്കും നമ്മുടെ സാലസ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 മെയിൽ ലയണിന്റെ കോയലേഷൻ ഉണ്ട്. അവരുടെ മക്കളാണ് ഈ ടോപ്പി ബോയ്സ്. അവരാണ് ഇപ്പോൾ ഇതിന്റെ ചുമതല ഏറ്റെടുത്തേക്കുന്നത്. നമ്മൾ ഈ സിംഹക്കൂട്ടങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ദൂരെയായിട്ട് ഒരു കൂട്ടം ആഫ്രിക്കൻ ആനകൾ മേഞ്ഞ് നടപ്പണ്ടേ. ഏതായാലും വെയിൽ നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിംഹങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയ ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നോക്കിയേ, കുഞ്ഞെന്നൊന്നും പറഞ്ഞാൽ പോരാ കേട്ടോ, പൊടി കുഞ്ഞ്. എന്നാ രസമാണ്. തീറ്റ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അപ്പൻ്റെ അടുത്തോട്ട് ചെന്നേക്കാണേ. അപ്പൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ടോപ്പി ബോയ്സ് 7 പേരുണ്ടെന്ന്. അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ കുഞ്ഞായിരിക്കും ഇത്. പൊതുവെ മെയിൽ ലയൺസ് അവരുടെ പ്രൈഡിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കൊയിലേഷനിൽപ്പെട്ട ആരുടെ കുഞ്ഞാണെങ്കിലും അതിനെ ഉപദ്രവിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ക്യാറ്റ്സിൽ ലയൺസിന്റെ മാത്രം പ്രത്യേകതയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ അപ്പന്റെ കൂടെ അല്ലെങ്കിൽ മെയിൽസിന്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്നത്. മാർഷ് പ്രൈഡിനെ അവരുടെ പാട്ടിന് വിട്ടേച്ച് നമ്മൾ മുന്നേ കണ്ട ആനക്കൂട്ടത്തിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ.
ഇവിടുത്തെ പിടിയാനകൾക്കും കൊമ്പുണ്ടെന്ന് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ എലിഫൻസിന് പിടിയാനകൾക്കും കൊമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കൊമ്പനാനെ ഏതാ പിടിയാനെ ഏതാന്ന് തിരിച്ചറിയാനൊക്കെ വലിയ പാടായിരിക്കുവേ. നമ്മുടെ ആനകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാഴ്ചയിൽ ഇവർ നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. ചെവിയും വലിയ ചെവിയും അതുപോലെ തന്നെ തലയുടെ മുൻഭാഗം താഴേക്ക് ഇങ്ങനെ പരന്നൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഷേപ്പിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ ആനകൾ പൊതുവെ ഭയങ്കര ശാന്ത സ്വഭാവക്കാരാണ് കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ആനകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ തൊട്ടടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. ഇവരങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ലേ. മാരാ റിവറിനോട് ചേർന്ന് വണ്ടി കൊണ്ടുപോയിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ ഹിപ്പോസ് കിടക്കുന്നുണ്ട് താഴെ വെള്ളത്തിൽ. ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുന്നു. ദേണ്ട കുറേ ഹിപ്പോസ് നീന്തുമല്ല കേട്ടോ, നടക്കുവാണ് ചെയ്യുന്നത്. ഹിപ്പോസിന് നീന്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും പറ്റത്തില്ല, കാരണം ശരീരഭാരം കൂടുതലായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ അടിയിൽ കൂടെ നടക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്നുള്ള പേര് വന്നത് റിവർ ഹോഴ്സ് അല്ലെങ്കിൽ വാട്ടർ ഹോഴ്സ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ശരിക്കും കുതിരയായിട്ടൊരു ബന്ധവുമില്ല, എന്നാലും വാട്ടർ ഹോഴ്സ് എന്നർത്ഥം വരുന്ന ഹിപ്പോപ്പൊട്ടാമസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പോത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത നമ്മുടെ വൈൽഡ് ഗവർനെ കാട്ടുപോത്തെന്ന് വിളിക്കുന്നതില്ല. അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനെ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ. ഹിപ്പോസൊക്കെ കിടക്കുന്നതിന് അപ്പുറത്തായിട്ട് പാറയിൽ ഒരു മുതലയെ ഉണക്കാനിട്ടുണ്ടേ. അങ്ങനെ മാരാ റിവറിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഐറ്റംസ്: മാവും ബ്രെഡും ജാമും ബനാന, പിന്നെ ചായ, കാപ്പി, ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ താഴെ ഹിപ്പോസ് ഉണ്ട്. ഇതേ 2 ഓസ്ട്രിച്ച് ഒട്ടക പക്ഷികൾ, മെയിലും ഫീമെയിലും ആണ്. നമ്മൾ ഏത് പക്ഷിമൃഗാദികളെ എടുത്താലും മെയിലിനെയും ഫീമെയിലിനെയും വെച്ച് നോക്കുമ്പോഴത്തേക്കും മെയിലിനെ കാണാനായിരിക്കും ഭംഗിയെ. നമ്മളിപ്പോൾ ലയൺസിനെയൊക്കെ കണ്ടിട്ട് വരുമല്ലേ, അതുപോലെ തന്നെ ഇപ്പം ഈ ഓസ്ട്രിച്ചിനെ ആണെങ്കിലും നോക്കിയാൽ മെയിലിനെ കാണാനാണ് ഭംഗി. ആ കറുത്ത നിറം കൂടുതലുള്ളതാണ് മെയിൽ, അതിനെ കാണാനല്ലേ ഒന്നുകൂടെ ഭംഗി. മറ്റേത് കുറച്ച് ഡിം കളറല്ലേ. ഈ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വഴി സൈഡിൽ നിൽക്കുന്നുണ്ടോ ഒരു കൂട്ടം ജിറാഫുകളെ കൂട്ടമായിട്ടൊക്കെ കാണാറുണ്ടെങ്കിലും ഇത്രയും വലിയ കൂട്ടം ഞാൻ ആദ്യം കാണുവാണ്. ഒരു ജിറാഫ് പാടത്തിനകത്തൂടെ പോകുന്ന പോലെ ഇല്ലേ. ശരിക്കും ഇതിൻ്റെ നിപ്പ് കണ്ടോ, ശരിക്കും മൊബൈൽ ടവറൊക്കെ നിൽക്കുന്ന പോലെ ഇല്ല, നല്ല ഹൈറ്റിൽ. അതുകൊണ്ട് തന്നെ ജിറാഫിൻ്റെ കൂട്ടത്തെ വിളിക്കുന്നത് ടവർന്ന് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ്, ഹെഡ് ഓഫ് എലിഫൻസ് എന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെ ടവർ ഓഫ് ജിറാഫ്സ് എന്നാണ് പറയുന്നത്. അതായത് ജിറാഫ് ഇങ്ങനെ ടവർ പോലെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ആ പേര് വന്നതെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും നട്ടുച്ചയ്ക്ക് പുഴയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം സിംഹത്തെ കണ്ടോ. ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരുപാടെണ്ണം നിൽപ്പുണ്ട്. ഇതേ മുകളിൽ നിന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നുണ്ടോ. അങ്ങനെ മുകളിലത്തെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് താഴെ പുഴയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ മാറി കുറേ എണ്ണം നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു വലിയ കൂട്ടമാണ്. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള റോങ്കായി പ്രൈഡ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടം കേട്ടോ ഇത്. നട്ടുച്ചയല്ലേ, നല്ല ദാഹം ഉണ്ട് തോന്നേ. പുഴയിൽ ഇറങ്ങി നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്ന് അണയ്ക്കുന്നതുണ്ടോ. ഈ കൂട്ടം എല്ലാം കൂടെ പുഴയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നതേ ഒരു ഹിപ്പോനെ അടിച്ചിട്ടേക്കാണ് ഇവന്മാര്. നമ്മൾ രാവിലെ കണ്ടായിരുന്നല്ലോ മാഷ് പ്രൈഡ്സ്, ഹിപ്പോ അഴുകിയ ഹിപ്പോയെ തിന്നുന്നത്. ഇവിടെ റോങ്കായി പ്രൈഡ്സ് കഴിക്കുന്നത് ഫ്രഷ് ഹിപ്പോയാണ്. ഇവന്മാർ തന്നെ ഹണ്ട് ചെയ്താന്നാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഒരു കൂട്ടം ഈ സിംഹത്തിന് മുഴുവൻ കഴിക്കാനുള്ള സാധനമുണ്ട്, ഹിപ്പോ അല്ലേ. നമ്മൾ മുന്നേ മാഷ് പ്രൈഡിനെ കുറിച്ചും അവരെ നയിക്കുന്ന ടോപ്പി ബോയ്സിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ റോങ്കായി ബോയ്സ് അല്ലെങ്കിൽ റോങ്കായി റോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 5 മെയിൽ ലയൺസിന്റെ കോയിലേഷൻ ഉണ്ട്. ഈ റോങ്കായി പ്രൈഡിൽ നിന്ന് വളർന്നു വന്ന 5 മെയിൽ ലയൺസ് ആണ്. അവർ ഫുള്ളി മെച്യൂർഡ് എന്ന് പറയാനായിട്ടില്ല, സബ് അഡൾട്ട് മാറി മെയിൽ ലൈനിലേക്ക് എത്തുന്നുള്ളൂ. അവരിപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇടയ്ക്കൊക്കെ പുറത്ത് പോയി ടെറിട്ടറി അല്ലെങ്കിൽ വേറെ പ്രൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പിന്റെ റോങ്കായി പ്രൈഡിന്റെ നേതാവായിട്ടുള്ള ഒലോമിനോട് കൂടെ ഈ ഗ്രൂപ്പിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് കേട്ടത്. ഈ ഒലോമിനോ അടക്കമുള്ള 5 മെയിൽ ലയൺസിന്റെ ഒരു കോയിലേഷൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് റോക്ക് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. അവരായിരുന്നു ഈ റോങ്കായി പ്രൈഡിന്റെ ഏറെക്കാലത്തെ ഒരു എന്താ പറയുക നേതാക്കള്. അതിൽ ഈ ഒലോമിനോ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. ഈ അടുത്തിടയ്ക്കായിട്ട് ഒലോഷിപ്പ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സുന്ദരനായിട്ടുള്ള ഒരു ലയൺ ഉണ്ടായിരുന്നു, അതും കൊല്ലപ്പെട്ടു കേട്ടോ. അത് നമ്മളുടെ മുൻ സീസണുകളിലൊക്കെ നമ്മുടെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിരുന്നു. നമ്മുടെ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഒലോഷിപ്പയെ കാണാൻ പറ്റും. നോക്കി ഒരു ടോപ്പിയും കുഞ്ഞു. ഇതിനെ കണ്ടിട്ട് കഴിഞ്ഞ സീസണിൽ പുള്ളിപ്പുലികൾ പിടിച്ച് തിന്നുന്ന കുഞ്ഞിനെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന അമ്മ ടോപ്പിയുടെ മുഖം ഓർമ്മ വരുന്നു. നോക്കിയേ, ഇത് കണ്ടോ, ഇതാണ് ഇംബാല. നല്ല സുന്ദരനായിട്ടുള്ളൊരു ആൻറ്റലോപ്പാണ്. ഞാൻ മുന്നേ ചീറ്റയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല കടഞ്ഞെടുത്ത പോലത്തെ ശരീരമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല കടഞ്ഞെടുത്ത പോലത്തെ ശരീരവും അതുപോലെ തന്നെ ചീറ്റയുടെ അടുത്ത സ്പീഡിൽ ഓടുകയും ചെയ്യുന്ന ഒരു ആനിമലാട്ടോ ഈ ഇംബാല. കാര്യം നല്ല സ്പീഡിൽ ഓടുകയൊക്കെ ചെയ്യുമെങ്കിലും മിക്കവാറും ചീറ്റയുടെയും പുള്ളിപ്പുലികളുടെയൊക്കെ തീറ്റയാട്ടോ ഇംബാല.
ഈ ഇമ്പാലക്കൂട്ടത്തിൽ ശ്രദ്ധിച്ചോ, മൊത്തം ഫീമെയിൽസ് ആണ്. ആകെ ആ ഒരെണ്ണം കൊമ്പുള്ളത് മാത്രമേ മെയിലുള്ളൂ. അങ്ങനെയാണ് ഇമ്പാലകളുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറേ. കൂടുതൽ എപ്പോഴും ഒരൊറ്റ മെയിലേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ വലിയ ഒരുപാട് നമ്പർ ഫീമെയിൽസ് ഉണ്ടാവും. അപ്പോൾ അതിനെ മുഴുവൻ മേച്ച് നടക്കുന്നത് ഈ ഒരു ഒറ്റ ഇമ്പാലയാണ്. അതുപോലെ തന്നെ ഇവര് പിന്നെ ബാച്ചിലർ ഗ്രൂപ്പായിട്ടും കാണപ്പെടാറുണ്ട്. നമ്മുടെ ആനകളൊക്കെ കാണത്തില്ലേ, ബാച്ചിലർ ഗ്യാങ് എന്ന് പറഞ്ഞ പോലെ ആണുങ്ങളുടെ മാത്രമുള്ള ഗ്രൂപ്പും ഇമ്പാലയ്ക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ സഫാരി വണ്ടി കണ്ടോ, ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. ശരിക്കും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പാകത്തില്ല, നല്ല വിശാലമായിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മുടെ 2 Awesome മാസയുടെ വണ്ടിയാണ്. ഡേവിഡാണ് നമ്മുടെ ഡ്രൈവറും കേട്ടോ. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗൈഡാണ്. അതുപോലെ നമ്മൾ എപ്പോഴും പോകുന്ന 2 Awesome മാസായി അതേ ട്രാവൽ കമ്പനിയാണ് കേട്ടോ മലയാളികൾ നടത്തുന്നത്. ഇവർ ശരിക്കും ടൂറിസ്റ്റുകളെക്കാൾ ഉപരി വൈൽഡ് ലൈഫ് ലവേഴ്സിനെ ടാർഗറ്റ് ചെയ്തതിനുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവരുടെ സഫാരി എടുത്ത് പോരുന്നത്. ഈ പതിവ് പോലെ മസായിമാര നാഷണൽ പാർക്കിൻ്റെ നടുക്ക് കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് ലഞ്ച് കഴിക്കുകയാണേ. പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ടയും ബ്രെഡും ഫ്രൂട്ട്സും ആപ്പിള്, ബിസ്ക്കറ്റ്, ജ്യൂസ്, ബിസ്ക്കറ്റ്. ഇതെന്താണ് ഈ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്നത്? ഫോയിൽ പേപ്പറിൽ ചിക്കൻ ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇത് കഴിക്കുന്ന സ്ഥലം കണ്ടോ. ദാണ്ട് അവിടെ വെള്ളത്തിലൊരനക്കം, ഒരനക്കമല്ല 2 അനക്കം കേട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് ഹിപ്പോയും മുതലയും നേർക്കുനേർ. ഓ, ഇപ്പൊ തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് മുതല നൈസായിട്ട് സ്കൂട്ടായേ. മുതലക്കറിയാം ഹിപ്പോയുടെ വായിൽ പെട്ടാൽ ചവച്ചരയ്ക്കുമെന്ന്. ഹിപ്പോയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടായിരുന്നു, ഭയങ്കര ഡേഞ്ചറാണ് ഇവൻ. മുതലേന്നൊന്നുമില്ല, എന്ത് സാധനത്തെ കിട്ടിയാലും എതിരെ വന്നു കഴിഞ്ഞാൽ പുള്ളി കണ്ണും പൂട്ടി അറ്റാക്ക് ചെയ്യും. അത് ഇവരുടെ പല്ലും വായും ഒക്കെ ഉണ്ടല്ലോ, ചവച്ചരച്ച് കളയും. എനിക്ക് സിംഹക്കുട്ടികൾ എന്നാ ക്ലോസ് ആണെന്ന് എനിക്ക് ഇത്ര അടുത്തെ ഒരു കൂട്ടമുണ്ട്. മൊത്തം കുഞ്ഞുങ്ങളാണ്, അതായത് കുറച്ച് പല പ്രായത്തിലുള്ളത്, ചെറുതും വലുതുമായിട്ട്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബാക്കി പ്രൈഡിൽപ്പെട്ട പെൺസിംഹങ്ങളൊക്കെ ഇതുങ്ങളെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താക്കിയിട്ട് ഹണ്ടിങ്ങിനൊക്കെ ആയിട്ട് പോയതായിരിക്കാനാണ് സാധ്യത. അതുപോലെ ഈ ട്രിപ്പ് നമ്മുടെ ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ വൈബ്സ് എന്നുള്ള പേരിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള ട്രിപ്പാണ്. ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ മസായിമാരയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ തന്നെയായിട്ട് നമ്മൾ മിക്കവാറും എല്ലാ മാസവും 1-2 ട്രിപ്പ് വെച്ച് നടത്താറുണ്ട്. അപ്പോൾ മസായിമാരയിൽ ഈ ഓഗസ്റ്റിൽ ഇനി ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട് കേട്ടോ, മൈഗ്രേഷൻ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പാക്കേജൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതുപോലെ വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ മസായിമാരെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 Awesome മാസമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പാക്കേജുകളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് 2 Awesome മാസയെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു മെയിൽ ഇലാൻഡാണ് കേട്ടോ. രാവിലെ സൺറൈസിന്റെ സമയത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ കാളയെ പോലെ ഇരിക്കുന്ന ഒരു ആന്റലോപ്പാണ്. അതാണ് കേട്ടോ ഇത്. ഈ റൈറ്റിൽ കാണുന്നത് മെയിലും ലെഫ്റ്റിൽ കാണുന്നത് ഫീമെയിലും ആണ്. എനിക്ക് ഒരുപാട് എലാൻസും അതുപോലെ തന്നെ സീബ്രാസും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് സഫാരി എടുത്താൽ പോലും നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടും. ഇത്തിരി വെയിൽ കൂടുതൽ ഉണ്ടാവുന്നേ ഉള്ളൂ. നട്ടുച്ചക്കത്തെ സഫാരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുൾ ഡേ സഫാരീസ് ആണ് ഇവിടെ വന്നാൽ എടുക്കാറുള്ളത്. അപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ പാർക്കിനകത്തായിരിക്കും. അപ്പം നട്ടുച്ച സമയത്തൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത് ചിലർക്കൊക്കെ, ചില ഫോട്ടോഗ്രാഫേഴ്സിനെങ്കിലും ഒരു സംശയം ഉണ്ടാവും. പക്ഷേ നട്ടുച്ചയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാൻ പറ്റും. ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഹാഷ് ലൈറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നട്ടുച്ചയ്ക്ക് ചിലപ്പോൾ സമയത്ത് ഈ ചീറ്റയുടെയൊക്കെ ഹണ്ടിങ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആനിമൽസിനെയും കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഫുൾ ടൈം ഇവിടെയുള്ള ഫുൾ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം സൈറ്റിങ്സ് ഒക്കെ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ലെപ്പേർഡ്സിനെ തപ്പി പോവാണ്. ലെപ്പേർഡ്സ് പൊതുവേ ഇതുപോലത്തെ ബുഷസിനകത്ത് അല്ലെങ്കിൽ മരത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് നമ്മളിനി കുറച്ച് നേരം കുറ്റിക്കാട്ടുകളിലൂടെ പരതി നടക്കാം. അങ്ങനെ കുറ്റിക്കാട്ടിലൂടെ ലെപ്പേർഡിനെ തപ്പി നടക്കുന്നതിനിടയ്ക്ക് അബദ്ധത്തിൽ കണ്ടതാട്ടോ ഈ ഒരു ജീവിയെ. എനിക്ക് എന്നാ രസമാണ്, ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ജീവിയെ. എന്തൊക്കെ ടൈപ്പ് ആനിമൽസ് ആണല്ലേ. ഇതിന്റെ പേര് ഡിക് എന്നാണ്. ഒരു ചെറിയ ആന്റലോപ്പാണ്. ഇവിടെ കാണപ്പെടുന്നതിൽ ഏറ്റവും ചെറിയ ആന്റലോപ്സിൽ ഒന്നാണ് കേട്ടോ ഈ ഡിക് എന്ന് പറയുന്നത്. ഒരെണ്ണമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുറേ എണ്ണമുണ്ട്. ഇതുപോലെ കുറ്റിക്കാടുകളിൽ ബുഷസിലാണ് ഇതിനെ കൂടുതലും കാണുന്നത്. ഇനി മുന്നത്തെ തവണ വന്നപ്പോഴൊന്നും ഇതിനെ കണ്ടിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ ഗ്ലാൻസ് ഒന്ന് കണ്ടു, അന്നേരം ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കേഴമാന്റെ ഒക്കെ ഒരു ബിഹേവിയർ കേട്ടോ. ആളുടെ അനക്കമൊക്കെ കേട്ടോ അന്നേരം സ്ഥലം വിടും. ഡിക്കിന്റെ മെയിൽസിന് ചെറിയ കൊമ്പുണ്ട്. മെയിൽസ് പൊതുവെ ഫീമെയിൽസിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഈ കാണുന്ന കൊമ്പുള്ളത് മെയിലും അപ്പുറത്ത് നിൽക്കുന്നത് ഫീമെയിലുമാണ്. അതുകൊണ്ടോ ഇതിന്റെ മൂക്ക് ഇതുപോലെ മെല്ലെ താഴേക്ക് വരും കേട്ടോ. അതായത് മൂക്ക് ഇങ്ങനെ നീണ്ടു വരും ചില സമയത്ത് മണം പിടിക്കുകയോ അല്ലെങ്കിൽ അലേർട്ടൊക്കെ ആവുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ഫീമെയിൽസ് ഇടയ്ക്കിടയ്ക്ക് ഡിക് എന്ന് സൗണ്ട് വരുന്ന രീതിയിൽ അലാം കോൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിക്കിന് ഈ പേര് വന്നേക്കുന്നത്. അങ്ങനെ പുള്ളിപ്പിലെ തപ്പിട്ട് കിട്ടിയില്ലെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒരു പുതിയ മൃഗത്തെ കണ്ടിട്ട് ഡിക്കിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണേ.
ജിറാഫുകളൊക്കെ ഇവിടെ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇതിനൊക്കെ പുതുമയാണ്. കാരണം നമ്മൾ പണ്ട് നാഷണൽ ജിയോഗ്രഫിക്കലും ആനിമൽ പ്ലാനറ്റിലും ഒക്കെ ആണല്ലോ ഇതിനെ കൂടുതലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഇവിടെ ഒന്ന് നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതിനൊക്കെ എത്ര നേരം നോക്കിയിരുന്നാലും നമുക്ക് മതിയാവത്തില്ല, അത്രയ്ക്കും രസമുള്ള കാഴ്ച കേട്ടോ. നക്കുരു പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടുത്തെ ജിറാഫിന്റെ കാര്യം, റോത്ത് ചൈൽഡ് ജിറാഫ്. അപ്പം ഇത് മസായി ജിറാഫ്. ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞായിരുന്നല്ലോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുമെന്ന്. ഇതിന്റെ പാറ്റേൺസ് ഒക്കെ കണ്ടില്ലേ, നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ പാറ്റേൺസ് കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ ഒരു സ്റ്റാർ ഷേപ്പ് അല്ലെങ്കിൽ വളരെ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ കണ്ട റോത്ത് ചൈൽഡ് ജിറാഫിന്റെ നല്ല ഷാർപ്പായിട്ടുള്ള എന്താ പറയണ്ടേ സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ഒരു പ്രധാന വ്യത്യാസം. അതുപോലെ തന്നെ എനിക്ക് അവിടുത്തെ ജിറാഫിനെ കണ്ടിട്ട് കുറച്ചുകൂടെയും എന്നാ പറയണ്ടേ റിച്ച് അല്ലെങ്കിൽ എന്നാ പറയണ്ടേ തടിച്ചു കൊഴുത്തതൊക്കെ ആയിട്ട് തോന്നി. കുറച്ചുകൂടെ ഭംഗി അതിനാണെന്നാണ് തോന്നിയത് കേട്ടോ. നോക്കി പോകുന്ന വഴിയിൽ ഒരു ആമ, ഇതിനെ കണ്ടിട്ട് നമ്മുടെ അവിടുത്തെ നക്ഷത്രാമയെ പോലെയൊക്കെ ഉണ്ട്, അതിന്റെ വല്ല വകഭേദമായിരിക്കും. വമ്പം കുഴി ഇതിലാട്ടോ ചെറുതായിട്ട് ടയർ താന്ന് പോയത്. എന്നിട്ട് അവസാനം അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് റോപ്പിട്ട് കെട്ടി വലിച്ചു കയറ്റി കേട്ടോ. അതുകൊണ്ടോ നോക്കി നല്ല കളറുള്ള ഒരു കുഞ്ഞു പക്ഷി. ഒറ്റനോട്ടത്തിൽ നമ്മുടെ ഓറിയന്റൽ ഡാർക്ക് കിങ് ഫിഷറിനെ പോലെ തോന്നുമെങ്കിലും അതല്ല, ഇത് മലക്കൈറ്റ് കിങ് ഫിഷർ എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. അങ്ങനെ സൺസെറ്റ് ആകാനായി. ഇനി കാണുന്ന കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഗോൾഡൻ ലൈറ്റിൽ. ഇത് കേപ്പ് ബഫല്ലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കാട്ടുപോത്ത്. എന്നാ ഗടാഗടിയൻ സാധനം ഒന്ന് നോക്കി. ആഹാ, ഇതുവരെ കണ്ടില്ലോ എന്ന് വിചാരിച്ചോളേ, ഇതേ ഇരിക്കുന്നു. ഇരിപ്പൊക്കെ കണ്ട എന്നാ പാവല്ലേ, കയ്യിലിരിപ്പാണേലും മഹാതമാടിത്തരും. നമ്മുടെ സ്പോട്ടഡ് ഹൈന എനിക്ക് കണ്ടാൽ എന്നാ ക്യൂട്ടല്ലേ. പക്ഷെ ഇവന്റെ യഥാർത്ഥ കയ്യിലിരിപ്പ് കാണണമെങ്കിൽ നമ്മുടെ സീസൺ 1 ഒരു വീഡിയോ കണ്ടാൽ മതി. വേറൊന്നുമല്ല, ഒരു വിൽഡ് ബീസ്റ്റിനെ ഇവൻ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ജീവനോടെ തന്നെ തിന്നുന്ന ഒരു കാഴ്ച ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എപ്പോ ഇതിനെ കണ്ടാലും ആ ഒരു കാഴ്ച ഇപ്പൊ ഓർമ്മ വരുന്നത്. സൺസെറ്റ് ആയി കഴിഞ്ഞാൽ മാസായിമാരയിൽ മാജിക്ക് തുടങ്ങും കേട്ടോ. പിന്നെയുള്ളതെല്ലാം മായയാണ്. ഒരു മായാ ലോകത്ത് നമ്മൾ ചെന്ന ഒരു ഫീൽ ആയിരിക്കുവേ. എത്ര കണ്ടാലും മതിവരാത്ത അത്ഭുത കാഴ്ചകളുടെ ഒരു മായാ ലോകം തന്നെയാണ് ഈ മാസായിമാര. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ കൂടുതൽ എക്സൈറ്റിംഗ് കാഴ്ചകളുമായിട്ട് 2ാം എപ്പിസോഡ് വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് മാസായിമാരയിൽ പോയ സീസൺ 1 സീസൺ 2 വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ചാനലുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റേതും. പിന്നെ നമ്മുടെ 2 Awesome മാസയുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ വൈബ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നേക്കുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫോറസ്റ്റ് സ്റ്റേകൾ, സഫാരീസ്, ട്രക്കിങ് അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.